ഹേയ് ഹലോ ഇറ്റ്സ് മീ ഹന്ന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു കാര്യം ചെയ്ത ദിവസമാണ് കേട്ടോ. ഒരുപാട് നാളെന്ന് വിചാരിച്ചാൽ എല്ലാ മാസം പ്ലാൻ ചെയ്യാറുണ്ട്, പക്ഷെ നടക്കാറില്ല. സംഭവം നിങ്ങൾക്ക് കാര്യം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മുടെ മന്ത്ലി ബുള്ളറ്റ് ജേണലാണ് കേട്ടോ. ഒക്ടോബർ മന്ത് എല്ലാ മാസവും ഞാൻ പറഞ്ഞ പോലെ ബുള്ളറ്റ് ജേണൽ ചെയ്യുന്നത് ഭയങ്കര പ്ലാനും ആഗ്രഹമൊക്കെ ആയിരിക്കും. പക്ഷേ സമയമില്ലാഞ്ഞിട്ടല്ല, എന്തോ മടി കാരണവും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ അങ്ങനെ മറന്നു പോകും കേട്ടോ. പക്ഷേ ഒക്ടോബറിന് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ എന്തായാലും ഒക്ടോബർ ആവുന്നതിന് മുൻപേ ബുള്ളറ്റ് ജേണൽ ചെയ്തതിന് പുറകെ ഒരുപാട് ഇൻസ്പിറേഷൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ബുള്ളറ്റ് ജേണൽസ് കണ്ടിട്ടുണ്ട്. മെയിനായിട്ട് പറയാവുന്ന ചാനൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, DIY വെൽബിഷർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ. അതിൽ ഒരുപാട് ബുള്ളറ്റ് ജേണൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്പിറേഷന് ആ ഒരു ചാനൽ തന്നെയാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് ഫോളോ ചെയ്യുന്നൊരു ചാനലാണ്. പിന്നെന്ന് വെച്ചാൽ സഫ വിത്ത് പെന്നിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയോ ഇംഗ്ലീഷ് ചാനലൊക്കെ കണ്ടിട്ടുണ്ട്, പേരൊന്നും ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ആ ഐഡിയ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ഐഡിയാസും ഉണ്ട്. പിന്നെ ഞാനിവിടെ തീമായിട്ട് എടുത്തിട്ടുള്ളത് ഹലോവീൻ തീമാണ്. ഒക്ടോബർ 31 ഹലോവീൻ്റെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു തീം തന്നെയാണ് ഒക്ടോബറിന് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നി. അപ്പോൾ ഹലോവീൻ എന്ന് പറയുമ്പോൾ ഇതാ ഈ ഗോസ്റ്റിൻ്റെ, അതുപോലെ പംകിൻ, പിന്നെ ഈ വവ്വാല്, പിന്നെ സ്പൈഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുറച്ച് പേടിയുള്ളതും എന്നാൽ ക്യൂട്ടായിട്ടുള്ളതും അങ്ങനത്തെയൊക്കെ ഉണ്ട്. നമുക്ക് പിൻട്രസ്റ്റിൽ ഹലോവീൻ നടിച്ചാൽ തന്നെ ഒരുപാട് ഇത് വരും കേട്ടോ. എന്താ പറയുക, സ്റ്റിക്കേഴ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ വരും. അപ്പോൾ അത് നോക്കിയിട്ട് ജസ്റ്റ് സ്കെച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ ബ്ലാക്ക് ജെൽ പെൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് പിന്നെ ഔട്ട്ലൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ. പിന്നെയുള്ള പരിപാടി കളർ ചെയ്യലാണ്, ഓപ്ഷണലാണ്. നമുക്ക് ഇതുപോലെ വരച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ ബുള്ളറ്റ് ജേണൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ കേട്ടോ. പക്ഷേ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് എന്താ പറയുക, നമുക്ക് അത്രയും കാര്യങ്ങൾ നമ്മുടെ ഓരോ ഡേയ്സും അല്ലെങ്കിൽ ഒരു മന്തിൻ്റെ ഫുൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ബുള്ളറ്റ് ജേണൽ. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും, അതുപോലെ നമുക്ക് എന്താ പറയുക, ഓരോരോ ട്രാക്കിങ്ങിൽ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയണമെന്നില്ല. അതുപോലെ എല്ലാം അങ്ങനെ എഴുതി വെക്കലൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ചിലപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ജേണൽ, ബുള്ളറ്റ് ജേണൽ എന്ന് പറയുന്നത്. ഇതിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ചൂസാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് എല്ലാ കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യാം. നമുക്ക് വേണ്ട ട്രാക്കിങ് എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ പിക്ചേഴ്സ് ആണെങ്കിലും നമുക്ക് വേണ്ട തീമിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എഴുതിയിട്ട് നമുക്ക് കളർ ചെയ്യണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, എല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചേഞ്ച് വേണമെങ്കിലും ഇത് വരുത്താൻ പറ്റും. ഞാനതുപോലെ എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റ് പേജാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഒക്ടോബർ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഞാൻ കുറേ വിചാരിച്ചതൊന്ന് ചേഞ്ച് ആക്കിയാലോ എന്ന്. പിന്നെ എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ മടി വന്നിട്ട് പിന്നെ അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ പിക്ചേഴ്സൊക്കെ ഞാനിവിടെ വരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഗോസ്റ്റിനെ വരക്കാം സംഭവം സിമ്പിളാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ വാട്സപ്പിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അയക്കുന്ന ഒരു ഇമോജിയാണ് ഈ വൈറ്റ് ഗോസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പെൻസിൽ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലാണ് സെക്കൻഡ് പേജിൽ നമുക്കൊരു കലണ്ടർ കൊടുക്കുന്നുണ്ട്. കലണ്ടർ ഇനി ഫസ്റ്റ് പേജിൽ ചെറുതായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ക്യൂട്ട് ആയിട്ടുള്ള ഒരു 2-3 ഗോസ്റ്റിനൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ആ സൈഡിൽ കലണ്ടർ ചെയ്യുന്നുണ്ട് ഒക്ടോബർ മന്തിൽ. പിന്നെ ഗോൾസ് ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മന്തിൽ എന്തൊക്കെ ഗോൾസ് ഉണ്ട്, നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ മന്തിലെ ഗോൾസ് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കുന്ന ഗോൾസാണ്. മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവാം, 4000 മണിക്കൂർ ആവാം വാച്ച് അവർ. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒക്ടോബറിൻ്റെ കലണ്ടറും എഴുതുന്നുണ്ട്. അപ്പോൾ കലണ്ടറൊക്കെ എഴുതുമ്പോൾ വെറുതെ എഴുതി വെക്കരുത്, ഒക്ടോബർ മാസത്തെ നോക്കിയിട്ട് ചെയ്യാം. I confess the rhythm takes over, no room to rest. My heart's dancing, it's a love conquest. Oh, the melody, it's smooth and sweet, like honey dripping from a golden bee. It's the soundtrack to my soul's heat, making me move from my head to my feet. My heartbeat, yeah, it's pumping so loud.
അപ്പോൾ ആ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഹാബിറ്റ് ട്രാക്കറാണ് കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയൊരു ഹാബിറ്റ് പുതുതായിട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ജസ്റ്റ് 3 കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന് 7 hours സ്ലീപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അത് 7 hour ഒന്നും ഉണ്ടാവാറേ ഇല്ല, എന്നാലും ജസ്റ്റ് എഴുതി വെച്ചോളൂന്നുള്ളൂ. അപ്പോൾ ഇതിൽ ജേർണൽ ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇതിലുണ്ടാവും നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു പ്ലാനിങ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ മടി ഉണ്ടാവില്ലേ. ഇപ്പോൾ എക്സസൈസ് ആണെങ്കിലും ഡയറ്റ് പ്ലാൻ ആണെങ്കിലും എന്താണെങ്കിലും 2 ദിവസമൊക്കെ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് മടിയായിട്ട് വരുമല്ലോ. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അത് ഇല്ലാത്തവരുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അങ്ങനെയാണ്. ഈ ഒരു സ്വഭാവമുള്ള ആളുകളുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്കുണ്ടാവും ഇതൊന്ന് ഫില്ല് ചെയ്ത് പോകണം, അപ്പോൾ നമുക്കത് ചെയ്യണം, ചെയ്തിട്ട് ഇതിൽ മാർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു തോട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ലൈഫ് ഒന്നും കൂടി ഓർഗനൈസ് ആക്കാനും മന്തിൽ ഒന്നും കൂടിയൊക്കെ പ്ലാൻ ചെയ്യാനും നമ്മുടെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളിൽ ഞാനൊന്ന് 7 hours സ്ലീപ്പാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വാട്ടർ, നമ്മൾ ഒരു ദിവസം എത്ര വാട്ടർ, അപ്പോൾ അതിലെ ലിറ്റർ ഞാൻ അവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ അത് എത്ര ഒരു എമൗണ്ട് നമ്മൾ കുടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് വരുന്നത്. പിന്നെ ഫുഡ് ടൈമിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലോവർ വെയിറ്റ് ആണ്, അത് ഞാൻ ഫുഡ് ട്രാക്കിൻ്റെ കാര്യത്തിൽ പറയാം. അപ്പോൾ അതിൽ ഫുഡ് ടൈമിങ്ങിൽ കഴിക്കുന്നില്ല, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ അതും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടോ, ഞാൻ എസ് എന്ന് എഴുതിയിട്ടുണ്ട്, നോ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചു ജസ്റ്റ് ഒരു ബ്ലൂ കളർ വെച്ചിട്ട് സർക്കിൾ ചെയ്യാം. പക്ഷേ ഈ ബ്ലൂ കളർ നല്ല ഡാർക്കാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സർക്കിൾ ചെയ്ത് ആ ഡേറ്റ് മൊത്തം തീരെ കാണാണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൂ സർക്കിൾ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ സർക്കിൾ വേണ്ട. അപ്പോൾ നമ്മൾ ഇന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നെക്സ്റ്റ് ഒരു ജോബൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒന്നാണ് ബഡ്ജറ്റ് ട്രാക്കർ. അതില്ലെങ്കിലും നമുക്കൊരു ഇൻകം എങ്ങനെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. അവിടെയും കുറച്ച് പിക്ചേഴ്സൊക്കെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് കളർ ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു ക്യൂട്ട് ഗോസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു സ്പൈഡർ നെറ്റ് ഉണ്ട്, പിന്നെ എന്താണ് പംകിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കളർ ചെയ്തിട്ട് എടുക്കണം. പിന്നെ അപ്പോൾ ഇവിടെ വരുന്ന ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്തിനാണത് സ്പെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ വന്ന ഇൻകം ആണെന്നൊക്കെ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. അപ്പോൾ പ്ലസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മീൻസ് ഇൻകം ആണ്. അതുപോലെ മൈനസ് ഉള്ളത് നമുക്ക് സ്പെൻഡ് ആയിട്ടുള്ള മണിയാണ്, ഔട്ട്കം അല്ലേ, സ്പെൻഡ് ആയിട്ടുള്ളതുമാണ്. അപ്പോൾ നമുക്കിവിടെ ആ ഒരു മന്തിൽ നമ്മൾ എത്ര ക്യാഷ്, നമുക്ക് എത്ര ഇൻകം വന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് ചിലവാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ബഡ്ജറ്റ് ട്രാക്കർ കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ബുള്ളറ്റ് ജേർണലിൽ ആഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് ട്രാക്കർ. അപ്പോൾ അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എഴുതിയിട്ടുള്ളത് ഡേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഡേറ്റിൽ ഞാൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ടിക്ക് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ക്രോസ് ചെയ്ത് മാർക്ക് ഇട്ട് കൊടുക്കാം. ഷോർട്സ് ആണെങ്കിൽ അതുപോലെ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എഴുതാനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഈ മാസത്തെ പ്ലാനാണ് കേട്ടോ ഫുഡ് ട്രാക്കർ. ഞാൻ പറഞ്ഞു നേരത്തെ ലോവർ വെയിറ്റ് ആയിട്ടുണ്ട്, അപ്പം ആയിട്ടുണ്ടെന്നല്ല, ആണ് ഒരുപാട് നാളായിട്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഫുഡും ഡീറ്റെയിൽസ്, നമ്മളൊക്കെ തടി കൂടാൻ ശ്രമിക്കുന്നവർ സ്വാഭാവികമായിട്ട് യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ കഴിക്കാൻ വിചാരിച്ച ഫുഡ് എഴുതുക. അതപ്പോൾ നമ്മൾ എല്ലാ ഡേയ്സും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിങ്ക് കളർ സർക്കിൾ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സർക്കിൾ ചെയ്യേണ്ട, ജസ്റ്റ് ബ്ലാക്ക് കൊണ്ട് റൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിങ്ക് കളർ കൊടുക്കുക, ഇല്ലെങ്കിൽ ബ്ലാക്ക് കൊണ്ട് ജസ്റ്റ് ഒരു സർക്കിൾ മാത്രം കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനവിടെ ഒരു ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്, ബനാന കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിങ്ക് കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ നമുക്ക് അങ്ങനെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ബ്ലാങ്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ചെറിയ ഗോസ്റ്റ് വരച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇതാണ് എൻ്റെ ലാസ്റ്റ് പേജ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എന്ന് പറയാൻ കാരണം, ഞാൻ പറഞ്ഞു നമുക്കിഷ്ടമുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇതാ സ്ലീപ്പ് ട്രാക്കർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് കറക്റ്റ് ഇന്ന സമയത്ത് ഉറങ്ങണം, ഇന്ന സമയത്ത് എണീക്കണം, അങ്ങനത്തെ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സ്ലീപ്പ് ട്രാക്കറിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് സ്പെഷ്യൽ നോട്ട്സ്, സ്പെഷ്യൽ ഡേ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒക്ടോബർ ബുള്ളറ്റ് ജേർണൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണ്, അതുപോലെ നമ്മുടെ തീമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ, ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും തരുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ചെയ്യൂ കേട്ടോ.